നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ ആക്രമണം. സ്കൂളിന്റെ ജനൽ ചില്ലെ സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർത്തു. വിദ്യാർത്ഥികൾക്കടക്കം അപകട ഭീഷണിയായ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി തുടങ്ങി. PTA നേതൃത്വത്തിൽ അടിയന്തര നടപടിയായത് മീഡിയ ഫോർ വാർത്തയെ തുടർന്ന്. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. മോങ്കാട്ടിൽ ഗോപാലനായാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. വാർത്തകൾ വിശദമായി. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ ആക്രമണം. സ്കൂളിന്റെ ജനൽ ചില്ലെ സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർത്തു. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിൽ 1-ാം ക്ലാസ് പ്രവർത്തിക്കുന്ന മുറിക്ക് നേരെയാണ് ആക്രമണം നടന്നത്. ക്ലാസ് മുറിയുടെ ജനൽ ചില്ല് സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർക്കുകയായിരുന്നു. ബുധനാഴ്ച രാവിലെ സ്കൂൾ തുറന്ന അധ്യാപകരാണ് ക്ലാസ് മുറിയുടെ ജനൽ ചില്ല് കല്ലെറിഞ്ഞ് തകർത്തതായി കണ്ടത്. സംഭവത്തിൽ സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രധാനാധ്യാപിക T. ഗീത ചേർപ്പ് SHOയ്ക്ക് പരാതി നൽകി. വിദ്യാർത്ഥികൾക്കടക്കം അപകട ഭീഷണിയായ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി തുടങ്ങി. PTA നേതൃത്വത്തിൽ അടിയന്തര നടപടിയായത് മീഡിയ ഫോർ വാർത്തയെ തുടർന്ന്. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ തകർച്ചാ ഭീഷണിയിലായിട്ടും അധികൃതർ മൌനം തുടരുന്നതിൽ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന സ്ഥിതിയിലായിരുന്നു സ്കൂളിന്റെ സംരക്ഷണ മതിൽ. കാലവർഷപ്പെയ്ത്തിൽ സംരക്ഷണ മതിൽ പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികളും നാട്ടുകാരും. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മീഡിയ ഫോർ ഇതു സംബന്ധിച്ച വാർത്തയും പുറത്തുവിട്ടിരുന്നു. ഇതിനു പിന്നാലെയാണ് PTA നേതൃത്വത്തിൽ അടിയന്തര ഇടപെടലുണ്ടായത്. മതിലിന്റെ പല ഭാഗങ്ങളിലും വലിയ വിള്ളലുകൾ രൂപപ്പെട്ട് അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചെറിഞ്ഞു തുടങ്ങിയ നിലയിലായിരുന്നു സ്കൂൾ മതിൽ. തിരുവുള്ളക്കാവ് ക്ഷേത്രം, നിരവധി സർക്കാർ ഓഫീസുകൾ എന്നിവിടങ്ങളിലേക്ക് ദിനംപ്രതി നൂറുകണക്കിന് ജനങ്ങൾ ആശ്രയിക്കുന്ന റോഡിനോട് ചേർന്നാണ് അപകടാവസ്ഥയിലുള്ള മതിൽ നിലനിന്നിരുന്നത്. തകർന്നു വീഴാറായ സ്കൂൾ മതിലിന് സമീപം മുന്നറിയിപ്പുകളൊന്നും സ്ഥാപിക്കാത്തതും പ്രതിഷേധത്തിന് കാരണമായിരുന്നു. മതിലിന്റെ തകർച്ചാ ഭീഷണിയെക്കുറിച്ച് കഴിഞ്ഞ 2 വർഷമായി ജില്ലാ പഞ്ചായത്തിനും വിദ്യാഭ്യാസ വകുപ്പിനും നൽകിയ പരാതികൾ അവഗണിക്കപ്പെടുന്നതായിരുന്നു പതിവ്. സ്കൂളിന്റെ തെക്ക് പടിഞ്ഞാറ് വശങ്ങളിലെ മതിലുകൾ മുൻപ് തകർന്നു വീണപ്പോൾ PTAയും നാട്ടുകാരും ചേർന്ന് പുനർനിർമ്മിച്ചിരുന്നു. അപകടാവസ്ഥയിലുള്ള സ്കൂൾ മതിൽ PTA നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പൊളിച്ചു നീക്കാൻ ശ്രമം തുടങ്ങി. മതിലിന്റെ അപകടാവസ്ഥ മേലധികാരികളെ നേരത്തെ അറിയിച്ചതായി PTA പ്രസിഡന്റ് MS അലക്സി വ്യക്തമാക്കിയിരുന്നതാണ്. കാലപ്പഴക്കത്തിനൊപ്പം സ്കൂൾ വളപ്പിലെ മരങ്ങൾ മതിലിനോട് ചേർന്ന സ്ഥിതിയിലായത് അപകടാവസ്ഥ വർദ്ധിപ്പിച്ചു. തകർച്ചാവസ്ഥയിലുള്ള മതിൽ ഭാഗം പൊളിച്ചു നീക്കുന്നത് അടിയന്തര നടപടി മാത്രമാണ്. എത്രയും വേഗം പുതിയ മതിൽ നിർമ്മിക്കേണ്ടതും അനിവാര്യമായിരിക്കുകയാണ്. കൂടുതൽ സാമ്പത്തിക ചെലവുള്ളതിനാൽ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ സഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ് സ്കൂൾ അധികൃതരും നാട്ടുകാരും. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. മോങ്കാട്ടിൽ ഗോപാലനായാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. ബുധനാഴ്ച രാവിലെ നടന്ന ചടങ്ങിൽ CPM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചു. VG വനജകുമാരി അധ്യക്ഷയായി. CPM ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ, പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ കോപ്പുള്ളി, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PA വോഗീസ്, KK മോഹനൻ എന്നിവർ സംസാരിച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആവേശവുമായി പല്ലിശ്ശേരി AUP സ്കൂൾ വിദ്യാർത്ഥികളും. ഫിഫ വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് മത്സരം നടത്തിയാണ് വിദ്യാർത്ഥികൾ ഫുട്ബോൾ ആഘോഷത്തിൽ പങ്കാളികളായത്. വാർഡ് മെമ്പർ ബെന്നി തെക്കിനിയത്ത് വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് മത്സരം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ പിടിയത്ത്, പ്രധാനാധ്യാപിക സിസ്റ്റർ സാന്നിധ്യ തുടങ്ങിയവർ വേൾഡ് കപ്പ് ഷൂട്ടൌട്ട് മത്സരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്ക് വിജയാശംസ നേർന്നു. മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്ക് ചടങ്ങിൽ സമ്മാനങ്ങളും വിതരണം ചെയ്തു. കോടന്നൂരിൽ എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിൽ മദ്യവും ലഹരി വസ്തുക്കളുമായി മധ്യവയസ്കൻ പിടിയിൽ. രാജീവ് കുമാർ എന്നയാളാണ് എക്സൈസ് ചേർപ്പ് റേഞ്ച് സംഘത്തിന്റെ പിടിയിലായത്. എക്സൈസ് ചേർപ്പ് റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ
KV രാജേഷിന്റെ നേതൃത്വത്തിലാണ് കോടന്നൂരിൽ പരിശോധന നടന്നത്. പ്രതിയായ രാജീവ് കുമാറിൽ നിന്ന് 12 ലിറ്റർ മദ്യവും പുകയില ഉൽപ്പന്നങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. ചേർപ്പ് റേഞ്ച് സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഡ്രൈവർ PS സിജൽ, ബിനീഷ്, വൈഷ്ണവ് എന്നിവർ പരിശോധന നടത്തിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. ഡിജിറ്റൽ അറിവിന്റെ കരുത്തിൽ സ്വപ്നങ്ങൾ നെയ്യുന്ന ഭിന്നശേഷി കുട്ടികളുമായി സൗഹൃദം പങ്കിട്ട് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ DTP പരിശീലനം നേടിയ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുകയായിരുന്നു കളക്ടർ. 10 വർഷത്തോളമായി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വിവിധ പരിശീലനങ്ങൾ സൗജന്യമായി നൽകുകയാണ് അഡാപ്റ്റ് സൊസൈറ്റി. ഇവിടെ നിന്ന് DTP പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള സമ്മാനങ്ങൾ ജില്ലാ കലക്ടർ വിതരണം ചെയ്തു. ഭിന്നശേഷിക്കാരായതിനാൽ ഇവർക്ക് ഇത്ര മാത്രമേ സാധിക്കൂ എന്ന പഴഞ്ചൻ ചിന്താഗതികളെ മാറ്റിമറിക്കുകയാണ് അഡാപ്റ്റ് സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങളെന്ന് കലക്ടർ പറഞ്ഞു. കമ്പ്യൂട്ടറിന് പുറമെ പാചകം, പൂന്തോട്ട പരിപാലനം, സ്റ്റിച്ചിംഗ്, ഫാഷൻ ഡിസൈനിംഗ്, സ്ക്രീൻ പ്രിന്റിംഗ്, കുടനിർമ്മാണം എന്നീ തൊഴിലധിഷ്ഠിത പരിശീലനം സൊസൈറ്റി നൽകുന്നു. സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, സംസാര പരിശീലനം, ബിഹേവിയർ തെറാപ്പി എന്നിവയും അഡാപ്റ്റിൽ സൗജന്യമായി പരിശീലിപ്പിക്കുന്നു. കൂടാതെ രക്ഷിതാക്കൾക്കായി യോഗ, ഡാൻസ്, ലൈബ്രറി, ബോധവൽക്കരണ ക്ലാസുകൾ, PSC പരിശീലനം എന്നിവയും അഡാപ്റ്റ് സൊസൈറ്റി നൽകുന്നുണ്ട്. വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിന് കൗതുകം കാഴ്ചയായി അലങ്കാര ചെടി പൂവിട്ടു. വെരിഗേറ്റഡ് അഗേവ് എന്ന അപൂർവ ഇനം അലങ്കാര ചെടിയാണ് പൂവിട്ടത്. വെങ്ങിണിശ്ശേരി സ്വദേശി പെരുമ്പിള്ളി റെഞ്ചി വർഗീസിന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലാണ് വെരിഗേറ്റഡ് അഗേവ് അലങ്കാരമാകുന്നത്. പച്ച, ക്രീം നിറങ്ങൾ ഇടകലർന്ന ഇലകളാൽ മനോഹരമാണ് വെരിഗേറ്റഡ് അഗേവ്. ഇലകളിലെ മനോഹരമായ നിറങ്ങൾക്കൊപ്പം ആകർഷകമായ ആകൃതിയും ഈ മരുഭൂമി സസ്യത്തെ ആകർഷകമാക്കുന്നുണ്ട്. വരൾച്ചയെ അതിജീവിക്കാനുള്ള കഴിവ് വെരിഗേറ്റഡ് അഗേവ് എന്ന അലങ്കാര ചെടിയുടെ പ്രത്യേകതയാണ്. കട്ടിയുള്ളതും നീളമുള്ളതുമായ അഗ്രഭാഗം, മൂർച്ചയുമുള്ള ഇലകളാണ് ഇവയ്ക്കുള്ളത്. റോസാപ്പൂക്കൾക്ക് സമാനമെന്നോണം അടുക്കി വയ്ക്കപ്പെട്ടതാണ് ഇവയുടെ ഇലകൾ. 14 വർഷം മുൻപാണ് വെങ്ങിണിശ്ശേരിയിലെ തന്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ പുതിയ അതിഥിയായി വെരിഗേറ്റഡ് അഗേവ് ചെടിയെ പെരുമ്പിള്ളി റെഞ്ചി വോഗീസ് നട്ടത്. വർഷം 14 പിന്നിട്ടതിനു പിന്നാലെ ചെടിയുടെ ഉയരം 20 അടിയോളം എത്തി. ചെടിയുടെ മധ്യഭാഗത്ത് നിന്ന് 20 അടിയോളം ഉയരത്തിൽ ഒരു തൂണിന് സമാനമെന്നോണം വളർന്നു പൂവിട്ടിരിക്കുകയാണ് വെരിഗേറ്റഡ് അഗേവ്. കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ട ഇവയിൽ ചിലയിനങ്ങൾ 2 അടി മുതൽ 4 അടി വരെ ഉയരത്തിൽ വളരും. സെഞ്ചുറി പ്ലാന്റ് എന്ന വലിയ ഇനത്തിൽ പെടുന്നതാണ് പെരുമ്പിള്ളി റെഞ്ചി വോഗീസിന്റെ പൂന്തോട്ടത്തിൽ വളരുന്ന വെരിഗേറ്റഡ് അഗേവ്. ഇവ ആയുസിൽ ഒറ്റത്തവണ മാത്രമാണ് പൂവിടാറുള്ളതെന്ന് റെഞ്ചി വോഗീസ് പറയുന്നു. ഈ വീട് വെച്ചിട്ടിപ്പോ 14 കൊല്ലായി. 2012 മാർച്ചിലായിരുന്നു ഞങ്ങളുടെ വീടിന്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഞങ്ങൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വെച്ചതാണ്. അപ്പോൾ ഇവിടെ ഗാർഡനൊക്കെ കുറച്ച് ഇതായിരുന്നു. അങ്ങനെ ഒരു കഴുത, വെരിഗേറ്റ് അഗേവ് എന്നുള്ളൊരു പേരാണ് ഇതിന് ഞങ്ങൾ നോക്കിയപ്പോൾ കണ്ടത് യൂട്യൂബിൽ, മറ്റ് ഗൂഗിളിലൊക്കെ. പക്ഷേ ഈ സംഭവം ഞങ്ങൾ അറിഞ്ഞത് 12 കൊല്ലത്തിൽ ഒരിക്കൽ ഇതേപോലെ മേലേക്ക് വന്ന് ഇത് വിരിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ വന്ന് കാണാൻ വരികയുണ്ടായി. ആൾക്കാരൊക്കെ ഒരു കൗതുകമായിട്ട് നോക്കുകയുണ്ടായി. അതിനുശേഷം ഈ സംഭവം ഇങ്ങനെ 1 അടി 2 അടി ഇങ്ങനെ വലുതായി വന്നത് പെട്ടെന്നാണ്. ഇതിൻ്റെ ഒരു 2 ആഴ്ചയ്ക്കുള്ളിലാണ് ഒരു 20 അടിയുടെ മേലേക്ക് ഇത് പോയിട്ടുള്ളത്. സംഭവം ഇത് ഇനി വിരിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശം മൊത്തം ഒരു സ്മെല്ല് പരത്തും എന്നൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. അതിൻ്റെ അത് അത്രയും ഇതായിട്ടില്ല എന്ന് തോന്നണേ. എങ്കിലും ഇതൊരു കൗതുകമായിട്ടുള്ളൊരു സംഭവമാണ്. എങ്ങും കണ്ടിട്ടില്ല ഇതേവരെ. 10 മുതൽ 30 വർഷം വരെ വളർച്ചയെത്തുമ്പോഴാണ് പൂവിടുന്നത്. പൂവിട്ടതിന് നാളുകൾക്കു ശേഷം മാതൃചെടി പൂർണ്ണമായും നശിക്കുമെങ്കിലും പുതിയ തൈകൾ മുളപൊട്ടുകയും ചെയ്യും. ഇതിനകം നിരവധി പേരാണ് വെരിഗേറ്റഡ് അഗേവ് ചെടിയുടെ കൗതുക കാഴ്ച കാണാനെത്തിയത്. മാതൃസസ്യം നശിച്ചാലും പുതിയ മുളകൾ പൊട്ടിയാൽ ഇനിയും നട്ടുവളർത്താനാണ് പെരുമ്പിള്ളി റെഞ്ചി വോഗീസിന്റെ ആഗ്രഹം. ഓട്ടോറിക്ഷ മിനിമം ചാർജ് ഉടൻ വർദ്ധിപ്പിക്കണമെന്ന് INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി. തൃശൂർ ജില്ലാ ഓട്ടോ ഡ്രൈവേഴ്സ് യൂണിയൻ INTUC ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ ഇന്ധനവില വർധനവും സ്പെയർ പാർട്സുകളുടെ വില വർധനവും മൂലം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. 2022 ചാർജ് വർധനവ് നടപ്പിലാക്കിയതിനു ശേഷം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ തുടർച്ചയായ വില വർധനവ് ഓട്ടോ തൊഴിലാളികളെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഓട്ടോറിക്ഷകളുടെ മിനിമം ചാർജ് 50 രൂപയും തുടർന്ന് വരുന്ന കിലോമീറ്ററിന് 25 രൂപയുമായി വർദ്ധിപ്പിക്കണമെന്നും സുന്ദരൻ കുന്നത്തുള്ളി ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് AT ജോസ് അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി VA ഷംസുദ്ദീൻ, IR മണികണ്ഠൻ, VR ശ്രീകാന്ത്, PB ബിജു, CS സോമൻ, സുനിൽ മങ്കിടി, PG സന്തോഷ് എന്നിവർ സംസാരിച്ചു.
ചന്ദ്രാപിനിയിൽ ഇടിമിന്നലേറ്റ് പശുവും പശുക്കുട്ടിയും ചത്തു. ചന്ദ്രാപിനി ഹൈസ്കൂളിന് കിഴക്ക് സുഗതൻ റോഡ് സ്വദേശി കണ്ണമ്പുള്ളി വീട്ടിൽ സുധീർ വളർത്തിയിരുന്ന ഒരു പശുവും ഒരു പശുക്കുട്ടിയുമാണ് ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ ഇടിമിന്നലിൽ ചത്തത്. രാവിലെ 6:30യോടെയായിരുന്നു സംഭവം. പാൽ കറക്കുന്നതിനായി തൊഴുത്തിൽ നിന്ന് പശുക്കളെ പുറത്തിറക്കി വീട്ടുമുറ്റത്ത് കെട്ടിയതിന് തൊട്ടു പിന്നാലെയാണ് പ്രദേശത്ത് ശക്തമായ ഇടിമിന്നലുണ്ടായത്. മിന്നലാഘാതത്തിൽ പശുവും പശുക്കുട്ടിയും സംഭവസ്ഥലത്ത് തന്നെ ചത്തതായി ഉടമ സുധീർ പറഞ്ഞു. സംഭവ സമയത്ത് സമീപത്തുണ്ടായിരുന്ന സുധീർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. മറ്റൊരു പശുവും മിന്നലാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയതോടെ ജീവൻ രക്ഷിക്കാനായി. വിവരമറിഞ്ഞെത്തിയ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ഏകദേശം 25 വർഷമായി പശു വളർത്തൽ മേഖലയിലുള്ള സുധീറിന്റെ ഉപജീവന മാർഗങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ക്ഷീരകൃഷി. നിലവിൽ 4 പശുക്കളും 2 പശുക്കുട്ടികളുമാണ് ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു പശുവിനെയും ഒരു പശുക്കുട്ടിയെയും നഷ്ടമായത് വലിയ സാമ്പത്തിക ബാധ്യതയാണ് കുടുംബത്തിന് ഉണ്ടാക്കിയിരിക്കുന്നത്. സംഭവമറിഞ്ഞ് പഞ്ചായത്ത് അധികൃതരും സ്ഥലത്തെത്തി. ദുരന്തത്തിലുണ്ടായ നഷ്ടത്തിന് അർഹമായ നഷ്ടപരിഹാരവും മറ്റ് സർക്കാർ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി.കെ. ചന്ദ്രബാബു പറഞ്ഞു. തൊട്ടടുത്ത പ്രദേശമായ അലുവത്തെരുവിലും ഇടിമിന്നലിൽ നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. മാണിയത്ത് അബ്ദുള്ളയുടെ വീട്ടിലാണ് നാശനഷ്ടമുണ്ടായത്. വീട്ടിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾ കത്തിനശിച്ചിട്ടുണ്ട്. കുന്നംകുളം പെരുമ്പിലാവിൽ വൻ കഞ്ചാവ് വേട്ട. 35 കിലോയുമായി 2 പേർ പിടിയിൽ. പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിലിടിച്ച് രക്ഷപ്പെടാൻ ശ്രമം. കുന്നംകുളം പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വൻതോതിൽ കഞ്ചാവ് കടത്താൻ ശ്രമിച്ച 2 പേരെ കുന്നംകുളം പോലീസും ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ചേർന്ന് പിടികൂടി. കുന്നംകുളം ചൊവ്വന്നൂർ മാന്തോപ്പ് സ്വദേശി കരിയടത്ത് വീട്ടിൽ സനൽ, മലപ്പുറം നന്നമുക്ക് പള്ളിക്കര സ്വദേശി അണ്ടനാത്ത് വീട്ടിൽ മുബഷീർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് പെരുമ്പിലാവ് പട്ടാമ്പി റോഡിൽ വെച്ചാണ് പ്രതികളെ പിടികൂടിയത്. സ്വിഫ്റ്റ് കാറിലാണ് ഇവർ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചത്. പോലീസ് വാഹനം കൈകാണിച്ചെങ്കിലും നിർത്താതെ പോയ പ്രതികൾ പിന്നാലെയെത്തിയ പോലീസുകാർ സഞ്ചരിച്ച വാഹനത്തിൽ തങ്ങളുടെ കാറിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡ് സബ് ഇൻസ്പെക്ടർ രാകേഷിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു. പിടിയിലായ പ്രതികളിൽ നിന്നും ഏകദേശം 35 കിലോയോളം കഞ്ചാവാണ് കണ്ടെടുത്തത്. ബാംഗ്ലൂരിൽ നിന്നുമാണ് കഞ്ചാവ് കൊണ്ടുവന്നതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. പിടിയിലായ സനൽ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആന്റി സോഷ്യൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ്. നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ്. ട്രോളിംഗ് നിരോധനവും കാലവർഷവും ദുരിതത്തിലാക്കിയ നാട്ടികയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് കൈത്താങ്ങായി പ്രവാസി വ്യവസായി M.A. യൂസഫ് അലി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തായിരുന്നു ആശ്വാസ ഇടപെടൽ ഉണ്ടായത്. അരിയും പലവ്യഞ്ജനങ്ങളും ഉൾപ്പെടുന്ന ഭക്ഷ്യക്കിറ്റാണ് മത്സ്യത്തൊഴിലാളികൾക്ക് വിതരണം ചെയ്തത്. നാട്ടിക ബീച്ചിൽ നടന്ന ചടങ്ങിൽ ഗീതാഗോപി MLA ഭക്ഷ്യക്കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യത്തൊഴിലാളികളെ ചേർത്തുപിടിക്കുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് K.A. ഷൌക്കത്ത് അലി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സിദ്ദിഖ്, വാർഡംഗം സിനി രാജീവ്, ലുലു ഗ്രൂപ്പ് സെക്രട്ടറി E.A. ഹാരിസ്, ലുലു മീഡിയ ഹെഡ് NB സ്വരാജ്, കൊടിയമ്പുഴ ദേവസ്വം സെക്രട്ടറി KP നാരായണൻ, മത്സ്യബന്ധന തൊഴിലാളി പ്രതിനിധി സുബൈർ നാട്ടിക എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഉച്ചതിരിഞ്ഞുള്ള OP മുടങ്ങുമെന്ന് സൂപ്രണ്ട് ഡോക്ടർ M. അരുൺ അറിയിച്ചു. ഡോക്ടർമാർ അവധിയിലായതിനാലാണ് ഉച്ചതിരിഞ്ഞുള്ള OP മുടങ്ങുക. സിവിൽ സർജൻ ഡോക്ടർ P.K. ഫാറൂഖ് ഉമർ ആഗസ്റ്റ് 9 വരെയും അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ K.N. പ്രതീഷ് കുമാർ ഈ മാസം 30 വരെയും അവധിയിലാണ്. പിതാവ് രോഗാവസ്ഥയിൽ ICUവിലായതിനാൽ കുടുംബാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടും സിവിൽ സർജനുമായ ഡോക്ടർ M. അരുണും അവധിയിലാണ്. ഈ സാഹചര്യത്തിൽ ഡോക്ടർമാരുടെ അഭാവം മൂലം അവധി കഴിഞ്ഞ് ജോലിക്ക് ഹാജരാകുന്നതുവരെ ഉച്ചതിരിഞ്ഞുള്ള OP മുടങ്ങാൻ സാധ്യതയുള്ളതായും അധികൃതർ അറിയിച്ചു. ഇത് സംബന്ധിച്ച വിവരം തൃശൂർ ജില്ലാ ആരോഗ്യ വിഭാഗം മെഡിക്കൽ ഓഫീസർ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ എന്നിവർക്ക് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 13,850 രൂപ, പവന് 1,10,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ് ഉങ്ങിച്ചോട് ചെറുശ്ശേരി. ഫോൺ 9539080053. വല്ലച്ചിറ ഗവൺമെന്റ് UP സ്കൂളിന് നേരെ ആക്രമണം. സ്കൂളിന്റെ ജനൽ ചില്ലെ സാമൂഹ്യ വിരുദ്ധർ കല്ലെറിഞ്ഞ് തകർത്തു. വിദ്യാർത്ഥികൾക്കടക്കം അപകട ഭീഷണിയായ ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മതിൽ പൊളിച്ചു നീക്കി തുടങ്ങി. PTA നേതൃത്വത്തിൽ അടിയന്തര നടപടിയായത് മീഡിയ 4 വാർത്തയെ തുടർന്ന്. CPIM പാലിശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭവന നിർമ്മാണത്തിന് തുടക്കം കുറിച്ചു. മോങ്കാട്ടിൽ ഗോപാലനായാണ് പുതിയ വീട് നിർമ്മിക്കുന്നത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.